അമേഠി വിട്ടുകളയാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്തുമോ? ഈ വിഷയം പരിശോധിക്കുകയാണ് കെ രാജേന്ദ്രൻ. ഇത്തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചേക്കില്ല എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. വരുൺ ഗാന്ധി നിലവിൽ BJPയുടെ ലോക്സഭാംഗമാണ്. എന്നാൽ ഇത്തവണ വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകേണ്ട എന്നതാണ് BJP നേതാക്കളുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ വരുൺ ഗാന്ധി ഉടൻ തന്നെ സമാജ്വാദി പാർട്ടിയിൽ ചേരും. സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അമേഠിയിൽ വരുൺ ഗാന്ധി മത്സരിക്കാൻ പോകുന്നു. ഈ മണ്ഡലത്തിന് വലിയ ചരിത്രമുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ യഥാർത്ഥ അധികാര കേന്ദ്രം മകൻ സഞ്ജയ് ഗാന്ധിയായിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു അമേഠി. അടിയന്തരാവസ്ഥക്കാലത്ത് എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകിയിരുന്നത് സഞ്ജയ് ഗാന്ധിയായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ ജനങ്ങൾ സഞ്ജയ് ഗാന്ധിയെ തോൽപ്പിച്ചു. എന്നാൽ 1980 തെരഞ്ഞെടുപ്പിൽ സഞ്ജയ് ഗാന്ധി അമേഠിയിൽ വീണ്ടും വിജയിച്ചു. അധികകാലം MP ആയി തുടരാൻ സാധിച്ചില്ല. ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ സഞ്ജയ് ഗാന്ധി മരണപ്പെട്ടു. സഞ്ജയ് ഗാന്ധി മരണപ്പെട്ടപ്പോൾ അമേഠി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടി ലോക്സഭാംഗമാകാൻ ഭാര്യ മനേക ആഗ്രഹിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധി സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധി എല്ലാ പ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത് അവരുടെ വളരെ വിശ്വസ്തനായ ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു, ധീരേന്ദ്ര ബ്രഹ്മചാരി. ധീരേന്ദ്ര ബ്രഹ്മചാരി ഇന്ദിരാഗാന്ധിക്ക് അന്ത്യശാസ്ത്രം നൽകി. ഒരു കാരണവശാലും മരുമകൾ മനേക ഗാന്ധിയെ അടുപ്പിക്കരുത്, അവൾ അപകടകാരിയാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധിയും മനേക ഗാന്ധിയും തമ്മിൽ സംഘർഷങ്ങൾ മൂർച്ഛിച്ചു. ഒരു രാത്രിയിൽ മനേക ഗാന്ധിയെ ഇന്ദിരാഗാന്ധി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതോടെ മനേക ഗാന്ധിക്ക് പ്രതികാരമായി. അമേഠിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിച്ചത് പ്രതികാരദാഹത്തോടുകൂടി മനേക ഗാന്ധി. രാജീവ് ഗാന്ധി 3 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മനേകയ്ക്ക് ലഭിച്ചതാവട്ടെ വെറും 50,000 വോട്ട് മാത്രം. കാലം കുറേ കഴിഞ്ഞു. 2004 രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2004 മുതൽ 2019 വരെ അമേഠിയിൽ നിന്നുമുള്ള ലോക്സഭാംഗം രാഹുൽ ഗാന്ധിയായിരുന്നു. ഇപ്പോൾ അമേഠിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടാൻ രാഹുൽ ഗാന്ധിക്ക് ഒട്ടും ധൈര്യമില്ല. കാരണം അവിടെ മത്സരിച്ചാൽ പരാജയം ഉറപ്പാണ്. അമേഠിയിൽ മാത്രമല്ല, UP-യിലൊട്ടാകെ കോൺഗ്രസിൻ്റെ നില അങ്ങേയറ്റം പരിതാപകരമാണ്. ഈ സാഹചര്യത്തിലാണ് ആ സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് നൽകാനും സമാജ്വാദി പാർട്ടി വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കാനും തീരുമാനിക്കുന്നത്. വരുൺ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ അതൊരു പകവീട്ടൽ കൂടിയാണ്. ഇവിടെ പക വീട്ടുന്നത് വരുൺ ഗാന്ധിയല്ല, വരുൺ ഗാന്ധിയുടെ മാതാവായ മനേക ഗാന്ധിയാണ്. പക തീർക്കുന്നത് നെഹ്റു കുടുംബത്തോടാണ്. തന്നെ ഏറെക്കാലം അവഗണിച്ച, ഒറ്റപ്പെടുത്തിയ നെഹ്റു കുടുംബത്തോടുള്ള മനേക ഗാന്ധിയുടെ പ്രതികാരം.